ഇറക്കുമതി ചെയ്തിട്ടുള്ളതല്ലേ, അത് തന്നെ ഏറ്റവും വലിയൊരു തെളിവല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സമീപനവും കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? പറഞ്ഞാൽ ഇത് ദീർഘമായി പോകും. വേഷം നമ്മൾ ഇട്ടിരിക്കുന്ന ഈ കാസൊക്കെ അന്ത്യോക്യനല്ല കേട്ടോ. നമ്മൾ ഇട്ടിരിക്കുന്ന കാസൊക്കെ ആംഗ്ലിക്കൻ കാസൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭയുടെ ഒരു രീതിയാണ്. അവര് പല സംസ്കാരത്തിൽ നിന്നും പലയിടത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന പല കാര്യങ്ങളെ അവരുടെ ഭാഗമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാ ക്രൈസ്തവ സഭകളിലും ഉണ്ട്. നമ്മളെ കണ്ടിട്ട് പല കാര്യങ്ങളും മറ്റു സഭകൾ എടുത്തിട്ടുണ്ടല്ലോ, ഇല്ലെന്ന് നമുക്ക് പറയാം. അതെന്താണോ ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ സഭയിൽ നിന്ന് കടമെടുത്ത പല കാര്യങ്ങളും വേറെ ചില സഭകൾ ഓടുന്നുണ്ടല്ലോ. അച്ഛനത് പരിശോധിച്ചാൽ അത് മനസ്സിലാകും വളരെ കൃത്യമായിട്ട്. നമ്മുടെ പിതാക്കന്മാർ രൂപപ്പെടുത്തിയ പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഹെഡിങ് മാറ്റിയൊക്കെ വളരെ ഭംഗിയായിട്ട് ഓടുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഓടുന്നുണ്ട്. പിന്നെ ഈ അന്ത്യോക്യൻ ആരാധന എന്ന് പറയുന്ന അന്ത്യോക്യയിലെ പിതാക്കന്മാർ മാത്രം എഴുതാണോ? യെരുശലേമിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. യാക്കോബിന്റെ ദക്സ അന്ത്യോക്യയിലാണോ? സെന്റ് ജോൺ ക്രിസോസ്റ്റം പിന്നെ എവിടെ? കോൺസ്റ്റാന്റിനോപ്പിൾ മെത്രാപ്പൊലീത്തല്ല. മസനഫ്സ ഈജിപ്തിലല്ലേ? ഇതൊക്കെ ഇവരെ എവിടുന്ന് കൊണ്ടുവന്നു? ഇതിപ്പോ അവിടെയൊന്നും പോയി നിങ്ങൾ മേടിച്ചാൽ ഇതൊക്കെ യാക്കോബായ സുറിയാനി സഭയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. മസനഫ്സ ഈജിപ്തിലല്ല, ഈജിപ്തുകാർക്ക് അന്ത്യോക്യൻ സഭയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം ലൈവിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ സഭയുടെ വിശ്വാസം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആരാധനാക്രമങ്ങൾ ഇതെല്ലാം ഫോളോ ചെയ്യുന്നതാണ്. നിങ്ങൾ അതിനെ മുഴുവൻ അനുകരിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. സ്വന്തമായിട്ട് അവകാശപ്പെടാൻ ചിരട്ടക്കാരി മാത്രമേ ഉള്ളൂ എന്ന് ഏതോ ബിരുദം പറഞ്ഞു. അല്ലാതെ എന്തുണ്ട്? മറ്റെന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ അതൊക്കെ മറ്റുള്ളവർ അനുകരിച്ചു എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ അനുമതി കൽപ്പനകളോടുകൂടിയാണ് സുറിയാനി പ്രാർത്ഥനകളും ഗീതങ്ങളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത്. അത് തർജ്ജമ ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യുന്നത് കൊണ്ട് അതെങ്ങനെ നിങ്ങളുടെ സ്വന്തമാകും? അത്രയേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ പുസ്തകം ആരോ ഉപയോഗിച്ചു. ഇപ്പൊ ഈ സെയിം പ്രാർത്ഥനാ പുസ്തകം ഇവർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതോ അച്ഛന്മാര് ഈ മാർക്കറ്റിൽ ഇവർ ഈ പുസ്തകം ഇറക്കുന്നുണ്ട്, ആ പുസ്തകം മേടിച്ചു. അതെങ്ങനെ നിങ്ങളുടേതാകും? ഒറിജിനലി ഇറ്റ് ബിലോങ്സ് ടു ജാക്കോബൈറ്റ് സിറിയൻ ചർച്ച്. അപ്പൊ നിങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നതാണത്. അപ്പൊ അല്പമൊക്കെ ഉളുപ്പാകാം. ഇപ്പൊ തീരെ ഇങ്ങനെ ഒരു ഉളുപ്പില്ലായ്മ കാണിക്കരുത്. വളരെ മോശമായി പോയി കേട്ടോ ആ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞത്. കാരണം കൊച്ചു പിള്ളേർ പോലും അത്രയും നിലവാരമില്ലാത്ത വാദങ്ങൾ ഉന്നയിക്കുകയല്ല. അല്ല, നമ്മുടെ ലിറ്ററേച്ചർ ലാംഗ്വേജിൽ സുറിയാനിയാണെന്ന് പറയുമ്പോഴും എത്ര ഗ്രീക്ക് പദങ്ങൾ അതിനകത്തുണ്ട്, എത്ര എബ്രായ പദങ്ങൾ അത് കയറി വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു സഭയിൽ നിന്നും എടുത്തു എന്നുള്ളതല്ല പറയേണ്ടത്. ക്രൈസ്തവ സഭകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്വാധീനിച്ച് നല്ല അംശങ്ങളെ സ്വീകരിക്കുന്ന ഒരു നല്ല അംശങ്ങളെ സ്വീകരിക്കും, കുഴപ്പമില്ല. അപ്പോ ഏതെങ്കിലും ഒരു അംശമാണോ നിങ്ങൾ സ്വീകരിച്ചത്? ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ടൊരു പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്, ലിറ്റാർജി ഉണ്ട്, നിങ്ങൾക്കൊരു ആരാധനാക്രമം സ്വന്തമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ചില അംശങ്ങൾ നല്ലതാണെന്ന് കണ്ട് ചില എലമെന്റ്സ് നിങ്ങൾ സ്വീകരിച്ച ഓക്കെ, അതിനൊന്നും ആരും ഒന്നും പറയത്തില്ല. ഇത് അങ്ങനെയല്ലല്ലോ, ഇത് അടപടലെ അടിച്ചു മാറ്റിയിരിക്കല്ലേ. ദിയസ്കോറോസ് തിരുമേനി പറയണം, ഈ താങ്കൾ ഈ പറഞ്ഞ വാക്കിനെ ഞാൻ അംഗീകരിക്കുന്നു, ചില അംശങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതിന് ഒരു തെറ്റുമില്ല. അംശങ്ങളാണെങ്കിൽ ഇത് അംശമല്ലല്ലോ സ്വീകരിച്ചിരിക്കുന്നത്, ഇത് അടപടലെ അടിച്ചു മാറ്റിയിട്ട് അംശം സ്വീകരിച്ചു എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? അംശമാണോ സ്വീകരിച്ചേ? ആണോ? അല്ല, അംശമല്ല സ്വീകരിച്ചത്. അപ്പൊ അത് അടപടലെ സ്വീകരിച്ചിരിക്കുന്നതാണ്. ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. അന്ത്യോക്യയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 16-ാം നൂറ്റാണ്ട് വരെ, 17-ാം നൂറ്റാണ്ട് വരെ വളരെ കൃത്യമായിട്ട് ഇവിടെ ഈസ്റ്റ് സിറിയ ബന്ധമായിരുന്നു. നമുക്ക് പേർഷ്യൻ സഭ ബന്ധമാണ് ഉണ്ടായിരുന്നു പറയാം. നമ്മുടെ ഇപ്പോഴത്തെ യാക്കോബായക്കാർ പറയുന്നത് 1-ാം നൂറ്റാണ്ട് മുതൽ അന്ത്യോക്യ പാത്രികീസാണ്. പക്ഷേ അത് കത്തോലിക്കർ മുമ്പ് ചിലപ്പോൾ അവർ ഉണ്ടാറുണ്ട്. നമ്മുടെ അടുത്ത് അത് പറയാറുള്ളൂ. അങ്ങനെ വേറെ വിഷയം. കാരണം കത്തോലിക്കർ 1-ാം നൂറ്റാണ്ട് മുതൽ റോമിലെ പാപ്പടകിലാണ് എന്ന് പറയുന്ന ഒരു സംസ്കാരമാണല്ലോ അവർക്കുള്ളത്. അതുകൊണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വാധീനം എപ്പോഴും ഉണ്ട്. ഇവിടെ 16-ാം നൂറ്റാണ്ട് വരെ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ലിറ്ററേച്ചർ വേറെ ആയിരുന്നു, ആരാധന വേറെ ആയിരുന്നുള്ളത്. നമുക്കത് നഷ്ടമായി പോയതിന്റെ കഥയും നമുക്ക് നല്ലപോലെ അറിയാം. ഉദയം അതെങ്ങനെയാണ് നഷ്ടമായി പോയത്? എന്ത് ആരാധനയായിരുന്നു? വേറെ ആരാധനയായിരുന്നെങ്കിൽ അത് വേറെ സഭയാണ്. ഇദ്ദേഹം എന്തു അബദ്ധമാ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ വേറെ ആരാധനയായിരുന്നു. വേറെ ആരാധന എന്ന് പറഞ്ഞാൽ അത് വേറെ സഭയാണ്. അപ്പൊ വേറെ സഭയിൽ നിന്ന് ഇവിടെയുള്ള ആളുകളെ കുറെ പേരെ റിഡീം ചെയ്ത്, റിഫോം ചെയ്ത്, റിനോവേറ്റ് ചെയ്ത്,
റീജനറേറ്റ് ചെയ്ത് റിവൈവ് ചെയ്ത് അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ഭാഗമാക്കി മാറ്റി. അപ്പൊ 16-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിലോ ഇവിടെ യാക്കോബായ സഭയുടെ ഒരു ഇടവക സ്ഥാപിക്കപ്പെട്ടു. നിങ്ങളുടെ വാദം എടുത്താൽ, ഞാൻ അങ്ങനെ കരുതുന്നില്ല. ആദിമ നൂറ്റാണ്ട് മുതൽ സുറിയാനി സഭയുടെ ഭാഗമായിരുന്നു മലങ്കരയിലെ ക്രൈസ്തവർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആദിമ കാലത്ത്, ഈവൻ 2nd സെഞ്ച്വറിയിൽ തന്നെ സുറിയാനി ഭാഷയിലുള്ള സുവിശേഷ ഭാഗങ്ങൾ മലങ്കരയിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സുറിയാനി സഭയായിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടെ ലത്തീൻ സഭയല്ല ഉണ്ടായിരുന്നേ, ഇവിടെ ഗ്രീക്ക് സഭയല്ല ഉണ്ടായിരുന്നേ, സുറിയാനി സഭയാണ് ഉണ്ടായിരുന്നത്. സുറിയാനി സഭ അന്ത്യോക്യയിലെ സഭയാണ്. അപ്പൊ സുറിയാനി സഭയാണെന്ന് ഇവിടെ ആദ്യം മുതലുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം പറയുന്നതല്ല, മറ്റൊരു സഭയായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ 16-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിലോ കേരളത്തിൽ യാക്കോബായ സഭയുടെ ഒരു ഭദ്രാസനം സ്ഥാപിക്കപ്പെട്ടു, ഇടവക സ്ഥാപിക്കപ്പെട്ടു. അതാണ് മലങ്കര ഇടവക. ആ മലങ്കര ഇടവക ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. ആ മലങ്കര ഇടവകയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി സ്വന്തമായിട്ടൊരു സഭ തല്ലിക്കൂട്ടിയതിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ ഇരിക്കുന്നത്. ഇപ്പൊ വളരെ ക്ലിയർ അല്ലേ? താങ്കൾ ഈ പറയുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല. താങ്കളുടെ വാക്കുകൾ താങ്കൾക്ക് തന്നെ വിനയാകുന്നു. തൊട്ടു പിന്നാലെ വന്ന കൂനും കുരു സത്യം, ഇതെല്ലാം ചരിത്രപരമായ ചില സംഭവങ്ങളുണ്ട്. ഞാനത് വിശദീകരിക്കാൻ പോയാലും ഒരുപാട് നേരം എടുക്കും അല്ലേ? ഒരുപാട് നേരം എടുക്കും. തിരുമേനി അങ്ങോട്ട് പറ. ഇപ്പൊ ഞങ്ങൾക്കൊന്നും ഒരു മടുപ്പില്ല, ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. ധൈര്യമായിട്ട് അങ്ങോട്ട് പറയാനേ. നമ്മുടെ പൗലോസ്ലിഹ ബാവൊക്കെ പറയുന്ന കേട്ട കൊതി വരും. അതുപോലെ തിരുമേനി പറയണം, അല്ലാതെ നേരം പോകുന്ന ഓർത്ത് അങ്ങ് പിണങ്ങി പോവാണോ? തിരുമേനി അങ്ങനെ പിണങ്ങി പോകുന്നേ? തിരുമേനി അങ്ങോട്ട് പറഞ്ഞേ, ഞങ്ങൾ കേൾക്കട്ടെ.